അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പാല് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. പാലെടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. നല്ല കട്ടിയുള്ള പാലെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ഇപ്പൊ പാല് നല്ലതുപോലെ ചൂടായി തിളച്ച് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വിനാഗിരി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാല് നമ്മൾ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, പാല് പിരിഞ്ഞ് ആ ഒരു പാൽ സെപ്പറേറ്റ്, വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വരും. തിളച്ച് വരണം. പിന്നെ നമ്മൾ പാല് പിരിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാവേ. നമ്മൾ പാക്കറ്റ് പാല് വാങ്ങിച്ച് വെച്ചിട്ട് പിരിഞ്ഞ് പോകുന്ന സമയത്തും അല്ലെങ്കിൽ സാധാരണ പാല് കാച്ചി വെച്ച പാല് പിരിഞ്ഞ് പോകുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇതാ കണ്ടില്ലേ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളം സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കണം. ഇപ്പം ഞാൻ അരിപ്പയിൽ ഒരു കോട്ടൺ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഫുള്ളങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കണം. അരിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂട് മാറണം. ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. നല്ലോണം മുറുക്കി പിഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മുറുക്കി പിഴിയുക. ഇനി ഇതിൻ്റെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അരിപ്പയിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കാം. വെള്ളമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചിട്ട് സോഫ്റ്റായി വന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. പിന്നെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ പാല് ചെറുതായിട്ട് കയ്യിൽ തൊടാവുന്ന ചൂട് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. കട്ടകളില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കട്ടകളില്ലാതെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. എന്നിട്ട് ഈ സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയിൽ അത്യാവശ്യം മധുരമുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ എടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായി വരും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ആ പാൽപ്പൊടിയുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും ഇതിന്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ പാലിൻ്റെയും പാൽപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഏലക്കാപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാല് പിരിച്ച് വെച്ചില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. സ്പാച്ചിലുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കട്ടകളില്ലാതെ ഇളക്കിയെടുക്കുക. അപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ തരി പോലെയൊക്കെ കിടക്കും, അതൊന്നും കുഴപ്പമില്ല. ഒന്ന് കുറുകി വരണം. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് കുറുകി വരണം. അതുവരെയും കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഈ കടായിൽ നിന്നൊന്ന് വിട്ട് വരണം. അപ്പോൾ ആ കടായിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല, നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ആ ചൂടോട് കൂടി തന്നെ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ആ ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതായത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചിട്ടില്ല, കുറച്ചേ വെച്ചിട്ടുള്ളേ. ഇതിൻ്റെ മുകളിലായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ സാഫ്രോൺ വെച്ച് കൊടുക്കുകയാണ്. ഇനി കുറച്ച് പിസ്തയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പാൽ ഇനി പിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ പാല് പിരിച്ചും നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. വായിൽ അലിഞ്ഞിറങ്ങും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പാൽ പേടയൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്